ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കെ പി ടെക്. പവർ ക്വറിയിൽ വളരെയധികം ഡാറ്റകൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് കോളംസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അതിനായിട്ട് ഞാൻ ഒരു എക്സൽ ഫയൽ ഓപ്പൺ ചെയ്യുന്നു. ഇതിലൊരു ടേബിൾ ഉണ്ട്. ഈ ടേബിൾ ഞാൻ പവർ ക്വറി എഡിറ്ററിലേക്ക് ലോഡ് ചെയ്യുന്നു. ഡാറ്റ ഫ്രം ടേബിൾ പവർ ക്വറി എഡിറ്ററിലേക്ക് ലോഡായി. ഇനി നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് ചില കോളം നെയിംസ് ഒക്കെ ചേഞ്ച് ചെയ്യുന്നതെല്ലാം. നമുക്ക് ഇവിടെ ഇപ്പോൾ ഒരു കോളത്തിൻ്റെ നെയിം ചേഞ്ച് ചെയ്യണമെങ്കിൽ, ഈ കോളത്തിൻ്റെ ഹെഡർ ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് അവിടെ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട്, ഇപ്പോൾ ഐറ്റം എന്നുള്ളത് പ്രോഡക്റ്റ് ആക്കണമെങ്കിൽ അവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് നമുക്ക് പ്രോഡക്റ്റ് ആക്കാം. അതുപോലെ ഈ ഹെഡറിൽ മൗസിൻ്റെ റൈറ്റ് സൈഡ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ റീനെയിം എന്നുണ്ട്. ഈ റീനെയിം ക്ലിക്ക് ചെയ്തും നമുക്കിവിടെ നെയിം ചേഞ്ച് ചെയ്യാം. ഈ ഒരു കോളം ഡിലീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് റിമൂവ് കൊടുത്താൽ ആ കോളം റിമൂവ് ആവും. നേരെ മറിച്ച് ഈ കോളം കീപ്പ് ചെയ്ത് മറ്റുള്ള കോളംസ് ഒക്കെ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ മൗസ് റൈറ്റ് സൈഡ് ക്ലിക്ക് ചെയ്ത് റിമൂവ് അതർ കോളംസ്, ബാക്കിയുള്ള എല്ലാ കോളംസും റിമൂവ് ആവും. ഏത് കോളത്തിലാണോ വെച്ചിട്ടുള്ളത് ആ കോളം ഒഴികെ ബാക്കിയുള്ളതെല്ലാം റിമൂവ് ആവും. റിമൂവ് അതർ കോളംസ്. മറ്റുള്ള കോളംസ് എല്ലാം റിമൂവ് ആയി. ഇതെല്ലാം ഇവിടെ റെക്കോർഡായി വെക്കുന്നു. ഞാനത് റിമൂവ് ചെയ്തു. ഇനി നമുക്ക് ഈ ഒരു കോളത്തിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി വേണം. ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള കോപ്പി വേണം. റൈറ്റ് മൗസ് ക്ലിക്ക് ചെയ്തു, ഡ്യൂപ്ലിക്കേറ്റ് കോളംസ്. ഈ കോളത്തിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി വന്നു. ഇതേ എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവും. പക്ഷേ ഹെഡർ ഇവിടെ പ്രോഡക്റ്റിന് പകരം പ്രോഡക്റ്റ് ഡാഷ് കോപ്പി എന്ന് പറഞ്ഞിട്ട്, അത് ഏറ്റവും അവസാനമായിട്ടാണ് നമ്മൾ ഇവിടെ നിന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും അവസാനമായിട്ടാണ് അഡീഷണൽ കോളം ആഡ് ചെയ്തു വരുന്നത്. നമുക്ക് അതിൻ്റെ പേര് മാറ്റാം. പ്രോഡക്റ്റ് 1 എന്നോ എന്ത് വേണമെങ്കിലും അങ്ങനെ കോളത്തിൻ്റെ പേര് ചേഞ്ച് ചെയ്യാൻ കഴിയുന്നു. ഇനി വളരെയധികം ഡാറ്റകൾ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് ഈ കോളം നമുക്ക് ഇതിനിടയിലേക്കോ അല്ലെങ്കിൽ ഫസ്റ്റിലേക്ക് വരുത്തണം. ഇതിപ്പോൾ കുറച്ച് കോളേ ഉള്ളൂ. നമുക്കിങ്ങനെ ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്യാം. ഇവിടെ പ്രസ് ചെയ്തിട്ട് മൗസ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്തിടാം. അതല്ലാതെ ഇപ്പോൾ ഇതിലൊരു 10-20 കോളംസ് ഉണ്ടെങ്കിൽ ഇതുപോലെ ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്യുന്നത് ഈസി അല്ല. അതിനുവേണ്ടി നമുക്ക് യൂസ് ചെയ്യാവുന്ന മൗസിന്റെ റൈറ്റ് സൈഡ് ക്ലിക്ക് ചെയ്ത് ഇവിടെ മൂവ് ഉണ്ട്. ഈ മൂവിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ലെഫ്റ്റ്, റൈറ്റ്, ടു ബിഗിനിങ് എന്നെല്ലാം ഉണ്ട്. ടു എൻഡ്, ടു ബിഗിനിങ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ബിഗിനിങ്ങിലേക്ക് ആ കോളം മൂവായി. ഇപ്പോൾ അത് ഫസ്റ്റിൽ വന്നു. ഇത് തന്നെ ലാസ്റ്റിൽ വരണമെങ്കിൽ നമ്മളിങ്ങനെ ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. മൗസ് റൈറ്റ് സൈഡ് ക്ലിക്ക് ചെയ്തു, മൂവ് ടു എൻഡ് എന്ന് കൊടുത്താൽ എൻഡിലേക്ക് മൂവായി. ഇതൊക്കെയാണ് ഡാറ്റകൾ നമ്മൾ കൂടുതൽ ഹാൻഡിൽ ചെയ്യുമ്പോൾ, മെയിനായിട്ട് നമുക്ക് കോളം ഹാൻഡിൽ ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇതിൻ്റെ എല്ലാം ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു എക്സൽ കോപ്പി ഓരോ വീഡിയോയുടെയും ഡിസ്ക്രിപ്ഷനിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്